എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നിപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ അവർ നമ്മളുടെ കുടിയേറ്റം അവർ അംഗീകരിക്കാതിരിക്കുക, നമ്മൾ പരസ്യമായിട്ട് നമ്മുടെ റിച്വൽസ് നമ്മൾ ആചരിക്കുമ്പോൾ അവർക്കിഷ്ടമില്ലാതെ അവരതിനോട് പ്രതികരിക്കുക, ഇതൊക്കെ. അപ്പോൾ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ചാൽ ശരിയല്ലേ അവർ കാണിക്കുന്നത്? കാരണം നമ്മളുടെ രാജ്യമല്ലത്. എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് എത്ര പെർമനൻറ്റ് റെസിഡൻസ് കിട്ടിയാലും നമ്മൾ ഫൈനലി നമ്മുടെ ആചാരം നമ്മളുണ്ടായ രാജ്യമല്ലത്. നമ്മൾ ജനിച്ചു വളർന്ന രാജ്യത്തിൻ്റെ ആചാരമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള ആചാരം നമുക്ക് ഈവൻ കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ആചാരങ്ങൾ പാലിക്കാനും കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും, പ്രത്യേകിച്ച് ഇന്ത്യൻസ്. നമുക്ക് ഒത്തിരി റിച്വൽസ് ഉള്ള ഒരു രാജ്യമാണിത്. ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള രീതികളുണ്ട്, ആചാരങ്ങളുണ്ട്. അപ്പം അതൊക്കെ പാലിക്കാനും ആചരിക്കാനും നമ്മളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആചാരങ്ങൾ നമ്മൾ ചെന്ന് വേറൊരു രാജ്യത്ത് പരസ്യമായി കാണിക്കുമ്പം അത് ഓഫ് കോഴ്സ് ആ രാജ്യത്തിൻ്റെ അവിടെ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അവരതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. അതെന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈവൻ ഞാനിപ്പോൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ ജനിച്ചു വളർന്നതാണ്. അപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം രാഷ്ട്രത്തിലാണ്. മുസ്ലിം രാഷ്ട്രത്തിൽ എനിക്ക് തോന്നിയതുപോലെ എൻ്റെ വേ ഓഫ് ക്രോസൊക്കെ ഇപ്പം പബ്ലിക്കായിട്ട് ഇവിടെ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് എനിക്കറിയാം. ഞാൻ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യും. അതേസമയം നമ്മുടെ എല്ലാ റിച്വൽസിനെയും ഇവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഭരണാധികാരികൾ അതിന് വേണ്ട ഫ്രീഡം, അതായത് അവർ ഒരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിൽ നമുക്ക് ചർച്ചിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ആ ചർച്ചിനുള്ളിൽ നമുക്ക് നമ്മുടെ സെലിബ്രേഷൻസ് കണ്ടക്ട് ചെയ്യാം. ഈവൻ നമ്മളുടെ കോമൺ ആയിട്ടുള്ള എല്ലാ സെലിബ്രേഷനും ഒരു ക്ലോസ്ഡ് ഓഡിറ്റോറിയത്തിൽ നമുക്ക് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും നമ്മുടെ ഈ രാജ്യം നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതിലെപ്പോഴും ഞാൻ UAE ശരിക്കും ഇവിടുത്തെ ഭരണാധികാരികൾ നമ്മൾ ഒത്തിരി പ്രശംസ അർഹിക്കുന്നു, അവരിതിനൊക്കെ ഇങ്ങനെ പെർമിഷൻ തരുന്നതിന്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ അവർ പാലിക്കുന്നു. പക്ഷേ നമ്മുടെ ആചാരങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്യുന്നത് അവർക്കത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ചെയ്യാതിരിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മുടെ ആചാരങ്ങൾ അവരൊരു കോമാളിത്തരങ്ങളായിട്ട് കാണും, അല്ലേ? ശരിക്കും നമുക്കത് വളരെ വിലപ്പെട്ട ആചാരങ്ങളായിരിക്കാം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം റോഡിൽ ഓരോന്ന് ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു, പാട്ട് പാടുന്നു, ഇതൊക്കെ അവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ അവരെ സംബന്ധിച്ചൊരു കോമാളിത്തരങ്ങളായി മാറും. അപ്പം നമ്മൾ എത്രത്തോളം വില കൊടുക്കുന്ന ആചാരങ്ങൾ അവർ കോമാളിത്തരങ്ങളായിട്ട് കാണുവാണ്. അതിനെന്തിനാണ് നമ്മൾ ഇടവരുത്തുന്നത്? അപ്പോൾ അവർ പബ്ലിക്കിൽ അതിനെതിരെ റെസ്പോണ്ട് ചെയ്യുന്നു. പിന്നെ ഗവൺമെൻറ് അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും. അതിലെങ്ങനെ നമുക്ക് ഭവിഷ്യത്താവും, അല്ലെങ്കിൽ നമുക്കതെങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ രാജ്യമാണ്, അവരുടെ രാജ്യത്തിൻ്റെ ആചാരങ്ങൾ, അവരുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് നമ്മളവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്. പിന്നെ അവർ നമ്മുടെ വർക്കിങ്ങിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ നമ്മളെ അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നു. ഈവൻ അവർ നമുക്ക് പൗരത്വം വരെ തരുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അത്രത്തോളം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന രാജ്യത്തിൻ്റെ ഒരു ഡിസിപ്ലിനോട് കൂടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലേ? അതിന് വേണ്ടിയിട്ടും കൂടിയാണ് അവർ ആ പൗരത്വം തരുന്നത്. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് അവരുടെ രാജ്യത്ത് നമ്മൾ ഒരു ഡിസിപ്ലിനായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു കടമയുണ്ട് നമുക്ക്. അപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഒന്നുകൂടി ഉയരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് തന്നെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. എന്തിനാ നമ്മുടെ രാജ്യത്തിന് നമ്മൾ ഈവൻ പൗരത്വം മാറിയാലും നമ്മുടെ രാജ്യത്തെ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുകയില്ല, അല്ലേ? അപ്പം അതിനൊരു ഇടവരുത്താതെ എല്ലാവരും വളരെ ഡിസിപ്ലിനോടുകൂടി ഏത് രാജ്യത്തിലാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ ഓരോ നിയമങ്ങളും അനുസരിച്ച് ആ ഡിസിപ്ലിനോടുകൂടി നമ്മുടെ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്ന് ഒരു രാജ്യവും പറയുന്നില്ല. സെലിബ്രേഷൻ ഡിസിപ്ലിനായിട്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്തു നോക്കിയാൽ നമുക്ക് എല്ലാം കൊണ്ടും വളരെ നല്ലതായിരിക്കും. നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ? ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അത് ഒത്തിരി നല്ലതായിരിക്കും. ഇപ്പം എത്ര പ്രതികരണങ്ങളാണ് വരുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം. ന്യൂസിലൻഡിൽ വൻപൻ പ്രതികരണം അവരുടെ ട്രൈബൽ കമ്മ്യൂണിറ്റി നടത്തി. പിന്നെ ജർമ്മനിയിൽ അവർ പ്രതികരിക്കുന്നു, അയർലൻഡിൽ പ്രതികരിക്കുന്നു, ലണ്ടനിൽ പ്രതികരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മിക്കവാറും എഗെയിൻസ്റ്റ് ഇന്ത്യൻസ് പോലെയാണ് ന്യൂസസ് വരുന്നത്.
അപ്പോൾ എന്തിനാ നമ്മൾ അതുപോലെ നമ്മുടെ തനതായ ഒരു എന്താ പറയുക ഡിസിപ്ലിൻ ഇല്ലാത്ത ബിഹേവിയറൊക്കെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാണുമ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പേരാണല്ലോ പോകുന്നതെന്ന് നമുക്ക് വിഷമം തോന്നും അല്ലേ. ഈവൻ ദോ സിറ്റിസൺഷിപ്പ് പോയാലും നമ്മുടെ രാജ്യത്തിനോടുള്ള ഇഷ്ടം നമുക്ക് ഒരിക്കലും മാറത്തില്ല അല്ലേ. അപ്പം ആ രാജ്യത്തിൻ്റെ പേര് കളയാതിരിക്കാൻ ഓരോ പൗരനും, പൗരത്വം മാറിയാലും ഓരോ പൗരനും ഒരു കടമയുണ്ട്. അപ്പോൾ ആ കടമ നിറവേറ്റിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതി, പേര് തന്നെ ഉയരങ്ങളിലെത്തും. അങ്ങനെ ഉയരങ്ങളിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എല്ലാവരും കൂടി അവരവരുടെ ആചാരങ്ങൾ കുറച്ചുകൂടി ഡിസിപ്ലിനായിട്ട്, കുറച്ചുകൂടി അച്ചടക്കത്തോടെ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. എൻ്റെ മാത്രമല്ല, ലോകം മുഴുവൻ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.